നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും സജീവ ചർച്ചയായി മാറുകയാണ് രേണു സുധി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സന്നദ്ധ സംഘടനകൾ പണിതുകൊടുത്ത വീട് ചോരുന്നുണ്ട് എന്ന ആരോപണം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നു. ഇതിനെതിരെ വീട് വെച്ച് നൽകിയവരും പ്രേക്ഷകരും പ്രതികരിച്ചു. അനുകൂലിച്ചും നിരവധി വാർത്തകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ രേണു പറഞ്ഞതെല്ലാം കള്ളമാണെന്ന പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് വീട് വയ്ക്കുവാൻ സ്ഥലം നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ. താൻ വീട് വയ്ക്കുവാൻ പോകുന്ന സ്ഥലത്തിനടുത്തായി അന്ന് സെന്റിന് 4 ലക്ഷം രൂപ വില ഉണ്ടായിരുന്ന 7 സെന്റ് സ്ഥലമാണ് നൽകിയതെന്നും ഇന്ന് ആ സ്ഥലവും വീടും ഏതാണ്ട് 50 ലക്ഷം രൂപ വില വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, രേണുവിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെല്ലാം തനിക്ക് വേദന ഉണ്ടാക്കിയെന്നും ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത് തന്നെയോ അല്ലെങ്കിൽ വീട് വെച്ച് നൽകിയവരെയോ നേരിട്ട് വിളിച്ച് പറയണമായിരുന്നു, അല്ലാതെ സോഷ്യൽ മീഡിയ വഴി അല്ല പറയേണ്ടിയിരുന്നതെന്നും മാത്രമല്ല, ഈ വീടിന് വേണ്ടി പലരും സഹായിച്ചിരുന്നു, അവരെല്ലാം പറയുന്നത് ഇനി ആരെയും ഇങ്ങനെ സഹായിക്കില്ല എന്നാണ്. ഈ വീട് ശരിക്കും സുധിയുടെ 2 മക്കൾക്കുമാണ്, അല്ലാതെ രേണുവിനോ വീട്ടുകാർക്കോ അല്ല. ഇത്തരത്തിൽ സഹായിച്ചവരെ മോശപ്പെടുത്തിയത് കൊണ്ട് രേണുവിന് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുമായിരിക്കും, പക്ഷേ അത് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന വേദന വലുതാണ്. മാത്രമല്ല, അർഹതപ്പെട്ടവർക്ക് കൂടി ഇത്തരത്തിൽ സഹായം ചെയ്യാൻ ആരും ഇനി മുന്നോട്ട് വരില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് വീട് നിർമ്മിച്ചു നൽകിയ KHDEC ഫിറോസും രംഗത്തെത്തിയിരിക്കുകയാണ്. രേണുവിൻ്റെ പിതാവിൻ്റെ നെഞ്ചിലേക്ക് വീടടർന്ന് ഫാൻ വീണെന്ന് പറയുന്ന രേണുവിൻ്റെ ആരോപണം വളരെയധികം തനിക്ക് വേദന ഉണ്ടാക്കിയെന്നും രേണു പറയുന്നത് പോലുള്ള യാതൊരു പ്രശ്നങ്ങളും വീടിനില്ലെന്നും അദ്ദേഹം പറയുന്നു. വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഉപകരണങ്ങൾക്കും 15 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളതാണെന്നും അതല്ല മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് തന്നോട് നേരിട്ട് പറയണമായിരുന്നുവെന്നും ഇത്തരത്തിൽ തനിക്ക് പ്രതികരിക്കേണ്ടി വന്നതിൽ പ്രയാസമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ വീടിൻ്റെ പൊളിഞ്ഞ ഭാഗങ്ങളുടെ ചിത്രങ്ങളും തെളിവുകളുമായി രേണുവും രംഗത്തുണ്ട്. ഇനി ആർക്കും ഇത്തരത്തിൽ കുറഞ്ഞ രീതിയിൽ സഹായം ചെയ്യരുതെന്നും ഇതുവരെയും പറഞ്ഞതെല്ലാം സത്യമാണെന്നും രേണു. മാത്രമല്ല, കള്ളം പറഞ്ഞ് തനിക്കൊന്നും നേടാനില്ലെന്നും ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ സത്യസന്ധത കാട്ടണമെന്നും പ്രതികരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ സഹായിച്ചതിന് തനിക്ക് വിഷമമുണ്ടായി എന്നും പറഞ്ഞു. ഒന്ന് ചോദിച്ചോട്ടെ, ഇതിൽ ആരാണ് സത്യം പറയുന്നത്? വീടിനു വേണ്ടി സഹായിച്ചവരോ അതോ വീട് നിർമ്മിച്ചവരോ? ഇനി അതൊന്നുമല്ല, എല്ലാം തുറന്നടിക്കുന്ന രേണു സുധിയോ?